ഹലോ ഗൈസ്, ഇപ്പോൾ നിങ്ങൾ കാണുന്ന 1,31,000 രൂപ എനിക്കൊരു ആപ്ലിക്കേഷൻ്റെ അകത്ത് പ്രീ അപ്രൂവ്ഡ് ആയിട്ട് വന്ന ലോൺ ഓഫറാണ്. ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫൈനാൻസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്നാണ് എനിക്ക് ഈ പറയുന്ന ലോണിൻ്റെ ഓഫർ വന്നിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് ജൂൺ 2024 ഞാനൊരു ബൈക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അന്നേരം ഈ പറയുന്ന ലോൺ ഇട്ടത് ഇവരുടെ ചോളമണ്ഡലം ഫൈനാൻസ് ത്രൂ ആണ്. അതിൻ്റെ ബേസിലായിരിക്കണം 1 ഇയർ ആയപ്പോൾ എനിക്ക് ഇവരുടെ ഒരു പേഴ്സണൽ ലോൺ പ്രീ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഓഫർ വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്കും ഈ പറയുന്ന ചോളമണ്ഡലത്തിൻ്റെ പേഴ്സണൽ ലോൺ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ നാട്ടിൽ ഒരുപാട് ബ്രാഞ്ചസ് ഉള്ള ഒരു ഫൈനാൻസ് ആണ് ഈ പറയുന്ന ചോളമണ്ഡലം എന്ന് പറയുന്നത്. സോ വിശ്വസിച്ച് നമുക്ക് ലോൺ എടുക്കാനായിട്ട് സാധിക്കും. സോ എത്ര എമൗണ്ട് ആണ് ലോൺ കിട്ടുക, ഇതിൻ്റെ ഇൻട്രസ്റ്റ് എങ്ങനെയാണ്, സിബിൽ എത്ര വേണം, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും കാണിച്ചു തരുന്നുണ്ട്. സോ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് 20 ലക്ഷം വരെയാണ്, അപ് ടു 20 lakhs വരെയാണ് ഇവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് സ്റ്റാർട്ടിങ് വരുന്നത് 10% തൊട്ടാണ്. ഒരു 20-ന് മുകളിലൊക്കെ എന്തായാലും ഇൻട്രസ്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഫൈനാൻസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇൻട്രസ്റ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. എനിക്ക് വന്ന ഇൻട്രസ്റ്റ് എത്രയാണെന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമുക്ക് ടെന്യൂർ മാക്സിമം തിരിച്ചടവ് കാലാവധി വരുന്നത് 5 വർഷമാണ്. 60 മാസം വരെ നമുക്ക് കിട്ടും. പിന്നെ ഇതിൻ്റെ പ്രോസസ്സിംഗ് ഫീസ് അപ് ടു 3% വരെയാണ് വരുന്നത്. എൻ്റെ സ്വന്തം സിസ്റ്റർ ചോളമണ്ഡലത്തിൽ നിന്ന് പേഴ്സണൽ ലോൺ എടുത്തിട്ടുള്ള ഒരാൾ കൂടിയാണ്. സോ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൻ്റെ ഏജ് എന്ന് പറയുന്നത് 23 വയസ്സിനും 65 വയസ്സിനും ഇടയിൽ പ്രായം വരുന്ന ആൾക്കാർക്കാണ്. നിങ്ങൾ സാലറിഡ് ആണെങ്കിലും സെൽഫ് എംപ്ലോയ്ഡ് ആയ ആളാണെങ്കിലും ഇതിനകത്ത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം മതി നമുക്ക് ലോൺ എടുക്കാനായിട്ട്. അതേപോലെ തന്നെ സിബിലിൻ്റെ കാര്യം പറയുമ്പോൾ 675-ന് മുകളിൽ സിബിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ലാസ്റ്റ് 1 ഇയർ ആയിട്ട് സിബിൽ വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ല, റിട്ടേൺ ഓഫോ സെറ്റിൽമെൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഇതൊക്കെയാണ് ലോണിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. സോ നമുക്ക് എങ്ങനെ ലോൺ അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. എനിക്ക് വന്ന ഡീറ്റെയിൽസ് ഞാൻ എങ്ങനെ അപ്ലൈ ചെയ്തെടുത്തു എന്നുള്ളതും കാണിച്ചു തരാം. അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് കുറച്ച് എങ്ങനെ കിട്ടും എന്നുള്ളതും ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. സോ വീഡിയോ മുഴുവൻ കാണുക. എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് വരുവാണ് ചെയ്തത്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. ഇതുപോലെ ചോളമണ്ഡലം ഫൈനാൻസിൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറിൽ നിന്ന് മെസ്സേജ് വരുവാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ പ്രീ അപ്രൂവ്ഡ് ലോണിൻ്റെ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരുവാണ് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ ഇതിനെപ്പറ്റി അറിഞ്ഞത്. എൻ്റെ ആപ്ലിക്കേഷൻ ഓൾറെഡി ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഒന്നും വന്നില്ല. വാട്സപ്പിൽ വരുവാണ് ചെയ്തത്. അവിടെ ഗെറ്റ് ഫാസ്റ്റ് ക്യാഷ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറഞ്ഞു. എൻ്റെ ആൻഡ്രോയിഡ് ഫോണിലായിരുന്നു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നത്, ഐഫോണിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഐഫോണിലേക്ക് ഫോൺ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്തു, ലോഗിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ലോണിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കാണാനായിട്ട് സാധിക്കും. എൻ്റെ വെഹിക്കിൾ ലോണിൻ്റെ ഡീറ്റെയിൽസ് ആണ് കാണിക്കുന്നത്. ഞാനിപ്പോൾ കണ്ടോ 12 മാസത്തെ ലോൺ അടച്ചിട്ടുണ്ട്, 24 മാസം ഇനിയും ലോൺ കിടക്കുന്നുണ്ട്. വണ്ടി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ, ഞാൻ കള്ളം പറഞ്ഞു എന്നല്ല, ഇതിൻ്റെ വെഹിക്കിൾ ലോൺ ഓൾറെഡി എടുത്തിട്ടുള്ളതാണ്. എൻ്റെ EMI അടച്ചുകൊണ്ടിരിക്കുകയാണ് മന്ത്ലി. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് അതിൻ്റെ നോക്കുവാണെങ്കിൽ താഴെ പേഴ്സണൽ ലോൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് പ്രീ അപ്രൂവ്ഡ് ലോൺ ഓഫർ ഓഫ് 1,31,000 എന്ന് പറഞ്ഞ് കണ്ടത്. ഇത് പെട്ടെന്ന് എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ട് വീഡിയോയുടെ ക്വാളിറ്റി കുറച്ച് വ്യത്യാസമുണ്ട്, ലൈറ്റിംഗ് കുറച്ച് പ്രശ്നമുണ്ടാവും. അവിടെ നമുക്ക് താഴെയായിട്ട് കാൽക്കുലേറ്റ് EMI ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ലോൺ എമൗണ്ട് ക്ലിക്ക് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അത് നോക്കണ്ട, നമുക്ക് താഴെ അവിടെ അവൈൽ ആവുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ താഴെയായിട്ട് നമുക്ക് 18% ഇൻട്രസ്റ്റ് വന്നിട്ടുള്ളത്. മന്ത്ലി EMI 4,736 ആണെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. താഴെ പാൻ കാർഡും ആധാർ കാർഡും സെൽഫിയും ബാങ്ക് ഡീറ്റെയിൽസും കൊടുത്തുകൊണ്ട് വെരിഫൈ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഞാനവിടെ അവൈൽ നാവ് ക്ലിക്ക് ചെയ്തപ്പോൾ അടുത്ത പേജിലോട്ട് പോയി അവിടെ 1,31,000 വരെ എടുക്കാനായിട്ട് സാധിക്കും. 25,000 തൊട്ട് നമുക്ക് എത്ര എമൗണ്ട് വേണമെങ്കിലും സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. താഴെ ടെന്യൂർ നമുക്ക് മാക്സിമം 36 മാസം വരെയാണെന്നും കൊടുത്തിട്ടുണ്ട്. താഴെ നമുക്ക് മന്ത്ലി EMIയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 18% കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് നിങ്ങളുടെ പാൻ കാർഡിൻ്റെ നമ്പറും ആധാർ കാർഡിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റുമാണ് എന്നോട് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ, ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, വർക്ക് ഡീറ്റെയിൽസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കൊടുക്കാനായിട്ട് പറയും. അതിനുശേഷമേ നിങ്ങൾക്ക് അപ്രൂവൽ ഉണ്ടോ ഇല്ലെന്ന് അറിയത്തുള്ളൂ. ഞാൻ ഓൾറെഡി പ്രീ അപ്രൂവ്ഡ് വന്നതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. നിങ്ങൾക്ക് സ്വന്തം അപ്ലൈ ചെയ്യുമ്പോൾ വേറെ രീതിയിലായിരിക്കും കാണിക്കുന്നത്. ഞാനിവിടെ പാൻ കാർഡിൻ്റെ നമ്പറും ആധാർ കാർഡിൻ്റെ 4 ഡിജിറ്റും കൊടുത്തു കഴിയുമ്പോൾ ആധാർ KYC കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറയും. ഡിജി ലോക്കർ വഴിയോ അല്ലെങ്കിൽ നമ്മുടെ ഇമേജ് അപ്ലോഡ് ചെയ്തുകൊണ്ട്, പാൻ കാർഡിൻ്റെ ഇമേജ് അപ്ലോഡ് ചെയ്തുകൊണ്ട് നമുക്ക് KYC കംപ്ലീറ്റ് ചെയ്യാം. ഞാനിവിടെ ഡിജി ലോക്കർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഡിജി ലോക്കർ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് OTP വരും. OTP കൊടുത്തുകൊണ്ട് നമ്മുടെ ഡിജി ലോക്കർ വഴി നമുക്ക് ഈ പറയുന്ന KYC കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ KYC കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അടുത്ത പേജിൽ ബാങ്ക് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്ത് OTP കൊടുത്തുകൊണ്ട് വെരിഫൈ ചെയ്യാം. നെറ്റ് ബാങ്കിങ് വഴി വെരിഫൈ ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിവിടെ ലോൺ അഗ്രിഗേറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ്. അതാകുമ്പോൾ ജസ്റ്റ് നമ്മുടെ ബാങ്ക് സെലക്ട് ചെയ്ത് മൊബൈൽ നമ്പർ കൊടുത്ത് അതിൻ്റെ ഒരു OTP കൊടുത്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഫെച്ച് ചെയ്തോളും. സോ ഞാൻ അങ്ങനെയാണ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വെരിഫൈ ചെയ്യുന്നത്. അങ്ങനെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വെരിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറിൻ്റെ നമ്പറും IFSC കോഡും കൊടുക്കാനാണ് പറയുന്നത്. അതും കൊടുത്ത് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് ചോദിക്കും. നിങ്ങൾ സാലറിഡ് ആണോ സെൽഫ് എംപ്ലോയ്ഡ് ആണോ എന്നൊക്കെ ചോദിക്കും.
അത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ആനുവൽ ഇൻകം, നിങ്ങളുടെ പർപ്പസ്, നിങ്ങളുടെ പേഴ്സണൽ ഇമെയിൽ ഐ ഡി കാര്യങ്ങളും കൊടുത്ത് വെരിഫൈ ഇമെയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇമെയിലിലേക്ക് ഒരു OTP വരും. ആ OTP കൊടുത്തുകൊണ്ട് ഇമെയിൽ വെരിഫൈ ചെയ്യുക. ശേഷം അടുത്ത പേജിൽ ഇതുപോലെ നിങ്ങളുടെ കമ്പനിയുടെ അഡ്രസ്സ് കൊടുക്കാനാണ് പറയുന്നത്. ഞാനൊരു കമ്പനിയുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതും കൊടുത്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് സെയിം തന്നെയാണോ, നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ് തന്നെയാണോ, അത് നിങ്ങൾ വേറെ അഡ്രസ്സിലാണ് താമസിക്കുന്നതെന്ന് ചോദിക്കും. അതും കൊടുത്തിട്ട് കൺഫേം ആൻഡ് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു സെൽഫി ആഡ് ചെയ്യാനാണ് പറയുന്നത്. ആ സെൽഫിയും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് പറഞ്ഞ് കാണാം. സോ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ കാര്യങ്ങളൊക്കെ കിട്ടും. നമുക്കൊരു 24 hours വരെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട്. സോ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ കാര്യങ്ങളൊക്കെ കിട്ടും. നമുക്കൊരു 24 hours വരെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ എനിക്ക് അത്ര നേരം ഒന്നും വെയിറ്റ് ചെയ്ത് രാവിലെ അപ്ലൈ ചെയ്തു. ഉച്ചയായപ്പോൾ എനിക്ക് അവരുടെ കോഡ് വന്നു, നിങ്ങൾക്ക് അപ്രൂവ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ലോൺ എടുക്കുന്നില്ല, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ലോൺ അപ്രൂവ് ആയതുകൊണ്ട് എന്തായാലും എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എടുക്കുന്നില്ല, തൽക്കാലം എടുക്കുന്നില്ല, എനിക്ക് വേറെ ഇൻട്രസ്റ്റ് കുറവിൽ ലോൺ അപ്രൂവ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ ലോൺ കുറച്ച് തരാം, റെഡ്യൂസിങ് റേറ്റിലാണ് ഇൻട്രസ്റ്റ് വരുന്നത്, നിങ്ങൾക്ക് ഇതിലും കുറച്ച് തരാം, പ്രോസസ്സിംഗ് ഫീസ് കുറച്ച് തരാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. വീണ്ടും വിളിച്ചിട്ട് വീണ്ടും എനിക്ക് ഈ പറയുന്ന ഇൻട്രസ്റ്റും പ്രോസസ്സിംഗ് ഫീസും കുറച്ച് തരാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞത്. സോ നിങ്ങൾക്കും ലോൺ അപ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് സംസാരിച്ച് നോക്കുക. ചിലപ്പോൾ ഇൻട്രസ്റ്റ് കുറയാനും പ്രോസസ്സിംഗ് ഫീസ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. ശേഷം നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അടുത്ത പേജിൽ ഈ പറഞ്ഞ വെരിഫിക്കേഷൻ കോഡ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആപ്പിൻ്റെ അകത്ത് മാൻഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി EMI കട്ടാവുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ചെയ്യാനാണ് പറയുന്നത്. അത് കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങളുടെ നെറ്റ് ബാങ്കിങ്ങോ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാനാണ് പറയുന്നത്. അതൊരു OTP കൊടുത്തുകൊണ്ട് സൈൻ ചെയ്താൽ നമുക്ക് 24 to 48 hours തന്നെ നമ്മുടെ അക്കൗണ്ടിലായിട്ട്, നമ്മൾ ആദ്യം കൊടുത്ത അക്കൗണ്ടിലായിട്ട് ഫണ്ട് ക്രെഡിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ചോളമണ്ഡലം ഫൈനാൻസിൻ്റെ ലോൺ എടുക്കുന്നത്. പിന്നെ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് വരുമ്പോൾ അവർ ഇതുപോലെ സിബിൽ കുറയ്ക്കും, എടുത്തില്ലെങ്കിൽ സിബിൽ കുറയ്ക്കും, മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരങ്ങനെ ചുമ്മാ പറയുന്നതാണ്. നിങ്ങൾ എടുക്കാനാണെന്നുണ്ടെങ്കിൽ അവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഈ പറയുന്ന പ്രോസസ്സിംഗ് ഫീസും ഇൻട്രസ്റ്റ് ഒക്കെ കുറച്ച് തരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതാണ് ആപ്പ് എന്ന് പറയുന്നത് ചോളമണ്ഡലം ഫൈനാൻസ്. ലോൺ എടുക്കുന്നവർക്ക് ലോൺ എടുക്കാം, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമ്മൾ ഈ ആപ്ലിക്കേഷനൊക്കെ റിവ്യൂ മാത്രമാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ ലോണിൻ്റെ ഒക്കെ റിവ്യൂ മാത്രമാണ് ചെയ്യുന്നത്. എടുക്കണോ വേണ്ടെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റുന്നവർ മാത്രം ലോൺ എടുക്കുക കേട്ടോ. ഇൻട്രസ്റ്റ്, പ്രോസസ്സിംഗ് ഫീസ് കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം മാത്രം ലോൺ എടുക്കുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോയിലൂടെ കാണാം. ബൈ.